അങ്ങനെ പ്രകൃതിയെ ദ്രോഹിച്ചിരുന്നു എന്ന് പറഞ്ഞ ബൈക്കേഴ്സ് തന്നെ ഗവൺമെന്റിന്റെ ലാൻഡ് മാനേജ്മെന്റ് ഉപദേശകരായി മാറി. നിരന്ന വഴികളിലൂടെ സൈക്കിൾ ഓടിച്ച കുറച്ച് യുവാക്കൾക്ക് കുന്നിന് മുകളിലേക്ക് സൈക്കിൾ കയറ്റിയിട്ട് കുത്തനെ താഴേക്ക് ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്നൊരു ചിന്ത ചോദിച്ചു. അവരുടെ കയ്യിലുള്ള സൈക്കിളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് പാറയും വേരൊക്കെ നിറഞ്ഞ കാട്ടുവഴികളിലൂടെ കുത്തനെ താഴേക്ക് ഇറക്കി നോക്കി. അതിൽ നിന്ന് കിട്ടിയ ത്രില്ല് ഒന്നുകൂടെ ഉഷാറാക്കാൻ വേണ്ടി സൈക്കിളുകൾ മൗണ്ടൈൻസിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കാൻ തുടങ്ങി. ബ്രേക്കിങ്ങും കൺട്രോളും സ്പീഡും എല്ലാം ഉഷാറാക്കിക്കൊണ്ടുള്ള ഇതിനായിട്ടുള്ള പുതിയ ബൈക്കുകൾ. അതോടുകൂടെ കുറേയധികം യുവാക്കള് ഈ ഒരു മൗണ്ടൻ ബൈക്കിംഗ് എന്നുള്ള ഒരു ത്രില്ല് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനായിട്ട് പുറപ്പെട്ടു. ഇങ്ങനെ ആള് കൂടിയപ്പോൾ ഹൈക്ക് ചെയ്യുന്നവരും നായാട്ടിന് പോകുന്നവരും പിന്നെ ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഇതൊക്കെ ഒരു ശല്യമായിട്ട് തുടങ്ങി. കുന്നുകളുടെ മണ്ണിടിച്ചിൽ കൂടുന്നു, വന്യജീവികൾ പേടിക്കുന്നു, കൃഷി നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രതിഷേധം കനത്തപ്പോ സിംഗിൾ ട്രെയിനിലൂടെയുള്ള ഈ സൈക്ലിംഗ് ഗവൺമെന്റ് ബാൻ ചെയ്തു. പകരം അവർക്ക് വീതിയുള്ള റോഡുകളിലൂടെയും വഴികളിലൂടെയും സഞ്ചരിക്കാം എന്നുള്ളൊരു ഓപ്ഷനും കൊടുത്തു. പക്ഷേ ഇല്ലാത്ത വഴി ഉണ്ടാക്കി പോകലാണ് ഈ ഒരു സൈക്ലിങ്ങിനെ ത്രില്ല് എന്ന് മനസ്സിലാക്കിയ ഈ സൈക്ലിസ്റ്റുകൾ അതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചത്. അതോടെ മൗണ്ടൻ ബൈക്കേഴ്സ് അവരെ സൈക്ലിംഗ് എല്ലാം രാത്രികത്തേക്ക് മാറ്റി. സൈക്കിളിൽ പുതിയ ഹെഡ്ലൈറ്റും അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് പോലീസ് അതും കണ്ടെത്തി. അതോടെ ഹൈവേയിലുള്ള പോലെ നൈറ്റ് പട്രോളിംഗും CCTV ക്യാമറാസും റഡാർ യൂണിറ്റുകളും എല്ലാം കാടിനുള്ളിൽ ഘടിപ്പിച്ചു. അങ്ങനെ ബൈക്കേഴ്സ് എല്ലാവരും കൂടെ ആരുടെയും ശല്യം എത്താത്ത ഉൾക്കാടിലേക്ക് നീങ്ങി. എല്ലാവരും കൂടെ 3.5 കിലോമീറ്റർ നീളമുള്ള ഒരു സിംഗിൾ ട്രെയിലെ കാടിനുള്ളിൽ നിർമ്മിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പ്രകൃതി ഗവേഷകനാണ് ഇങ്ങനൊരു വഴി ആ കാടിനുള്ളിൽ ശ്രദ്ധയിൽ. അയാൾ അപ്പൊ തന്നെ അത് വനം വകുപ്പിനെ അറിയിച്ചു. ഇതിന് അമർഷം കൊണ്ട വനം വകുപ്പും കുറച്ച് പ്രകൃതി സ്നേഹികളും കൂടെ ആ ട്രാക്ക് അപ്പാടം നശിപ്പിച്ചു കളഞ്ഞ് അത് ലോക്ക് ചെയ്തിട്ടു. ഇങ്ങനെ എവിടെ ചെന്നാലും ഒരു സമാധാനം തരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ ബൈക്കേഴ്സ് എല്ലാവരും കൂടെ സംഘടിച്ചു. അവരുടെ വോയിസ് പുറംലോകം അറിയിക്കാൻ വേണ്ടിയിട്ട് ആക്സസ് ഫോർ ബൈക്സ് എന്നൊരു സംഘടന അവർ രൂപീകരിച്ചു. ഇതിലൂടെ പൂട്ടിയ ട്രെയിലുകളെല്ലാം തുറക്കാൻ വേണ്ടിയിട്ടല്ല അവർ ചെയ്തു. പകരം പ്രകൃതിയെ ദ്രോഹിക്കാതെ എങ്ങനെ സ്പോർട്സും റിക്രിയേഷണൽ ആക്ടിവിറ്റികളും ചെയ്യാം എന്നതിനായിരുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അങ്ങനെ കാലക്രമേണ ഗവൺമെന്റ് ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് കുന്ന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അത് മാറ്റി. അതും കൃഷിയും വന്യജീവികളെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ. അങ്ങനെ പ്രകൃതിയെ ദ്രോഹിച്ചിരുന്നു എന്ന് പറഞ്ഞ ബൈക്കേഴ്സ് തന്നെ ഗവൺമെന്റിന്റെ ലാൻഡ് മാനേജ്മെന്റ് ഉപദേശകരായി മാറി. 2024 10.5 കിലോമീറ്റർ നീളമുള്ള ഒരു സിംഗിൾ ട്രെയിൽ ഗവൺമെന്റ് തന്നെ അപ്രൂവ് ചെയ്ത് കൊടുത്തു. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോർട്സ് സ്റ്റോറീസും ഹിസ്റ്ററി അറിയാൻ ഇപ്പോഴത്തെ കമന്റ് ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ.